പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തരാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ശ്രീ ജയകൃഷ്ണൻ ജിക്ക് സാദരം പ്രണാമം അർപ്പിക്കുന്നു. നമ്മുടെ ഇത് ശ്രീ ശങ്കരാചാര്യ വിരചിത രചനകള് സൗന്ദര്യലഹരി കഴിഞ്ഞു, പിന്നീട് ഭജഗോവിന്ദം, ഇത് രണ്ടാമത്തെ സെഷനിൽ 13ാമത്തെ ഭാഗമാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗരുചിഭിഃ വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. നമ്മൾ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിക്കുന്നതിനും ഉപാസിക്കുന്നതിനും ജീവിത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിനും വേണ്ടി ധർമാർത്ഥകാമ മോക്ഷാർത്ഥങ്ങളായിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെല്ലാം നേടുന്നതിന് വേണ്ടി അർത്ഥമറിഞ്ഞ് പഠിക്കുവാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് സൗന്ദര്യലഹരി പഠിച്ചു. അത് പൂർണ്ണമായിട്ടും ഉപാസനായുക്തമാണ് എന്ന് നാം മനസ്സിലാക്കി. അത് ഉപാസനയ്ക്ക് വേണ്ടി നമ്മളിൽ പലരും, പഠിച്ചവരിൽ പലരും അത് ഭംഗിയായി ഉപാസന നടത്തുന്നുമുണ്ട് എന്നുള്ളത് അറിയുന്നതും അത്യധികം ചാരിതാർത്ഥജനകമാണ്. അതിനുശേഷം നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ കൃതികളിൽ പ്രകരണ ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യമേറുന്ന ഭജഗോവിന്ദം അല്ലെങ്കിൽ മോഹമുദ്ഗുരം എന്നറിയപ്പെടുന്ന കൃതിയാണ് അർത്ഥമറിഞ്ഞ് പഠിച്ചു വരുന്നത്. മോഹമുദ്ഗുരം എന്ന് പറയുന്ന കൃതി ജീവിത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പ്രാക്ടിക്കൽ നോളജാണ് കൂടുതലും പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് ദ്വാദശ പഞ്ചരിക എന്നും അല്ലെങ്കിൽ ചർപ്പട പഞ്ചരിക എന്നും 2 ആയിട്ടാണ് ഇന്ന് തിരിച്ചിട്ട്. മഞ്ചരിക എന്നും പറയുന്നുണ്ട്, പക്ഷേ പഞ്ചരിക എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ചർപ്പട പഞ്ചരികയിൽ 14 ശ്ലോകങ്ങളും ദ്വാദശ പഞ്ചരികയിൽ 12 ശ്ലോകങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. ഏതായാലും ഇവിടെ കണ്ടുവരുന്നത് ചർപ്പട പഞ്ചരികയിൽ 19 ശ്ലോകങ്ങളെ കണ്ടുവരുന്നു. അതേപോലെ തന്നെ ദ്വാദശ പഞ്ചരികയിൽ 14 ശ്ലോകങ്ങളും, അങ്ങനെ 19 4 33 ശ്ലോകങ്ങളാണ് ഈ ഭജഗോവിന്ദം മോഹമുദ്ഗരം എന്ന ഈ പുസ്തകത്തിൽ ശങ്കരാചാര്യസ്വാമികൾ എഴുതിയിരിക്കുന്നത്. ആചാര്യസ്വാമികളുടെ കാലഘട്ടത്തെക്കുറിച്ച് നാം വർണ്ണിച്ചു. ആചാര്യസ്വാമികളുടെ ചരിത്രത്തെക്കുറിച്ച് നാം പഠിച്ചു. ആചാര്യസ്വാമികളുടെ കൃതികളെക്കുറിച്ചും എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നെല്ലാം നാം പഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഭജഗോവിന്ദം എഴുതുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും നാം പഠിച്ചു. അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായിട്ട് ദ്വാദശ പഞ്ചരികയിലെ 15 ശ്ലോകങ്ങളും നാം അർത്ഥമറിഞ്ഞ് പഠിച്ചു. ഇനി നമ്മൾ ചർപ്പട പഞ്ചരിക എന്ന സ്തോത്രമാണ് ഇന്നു മുതൽ നാം ചിന്തിക്കുന്നത്. അപ്പോൾ ചർപ്പട പഞ്ചരികയിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നാം വിവരിച്ചതാണ്. എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ
സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? മനുഷ്യന് ഏറ്റവും ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. അപ്പം ജീവിതത്തിൻ്റെ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സന്നിഹിതേ. അപ്പോൾ മരണസമയത്ത് ഡുകൃഞ്ഞുകരണ എന്ന് പറയുന്ന ഇത് സിദ്ധാന്ത കൗമുദിയിലെ ഒരു വ്യാകരണ സൂത്രമാണ്, പാണിനി സൂത്രത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നാം പറയുകയുണ്ടായി. അങ്ങനെ ജീവിതത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കാതെ ജ്ഞാനം സമ്പാദനം എന്ന രീതിയിൽ മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഭഗവത് ഭക്തി അനിവാര്യമാണ്, അല്ലയോ മൂഢ എന്ന് ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ സമസ്ത ഭയങ്ങൾക്കും കാരണഭൂതം എന്ന് പറയുന്നത് എന്താണ്? മൃത്യുവാണ് എന്ന് നാം പറയുകയുണ്ടായി. അപ്പോൾ ആചാര്യസ്വാമികൾ ഗോവിന്ദനെ ഭജിക്കണം എന്ന് പറഞ്ഞു. ആ ഗോവിന്ദനാമത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നാം പറയുകയുണ്ടായി. ഭൂമി ഹിരണ്യാക്ഷനാൽ പാതാളത്തിൽപ്പെട്ടപ്പോൾ അതിനെ വീണ്ടെടുത്തു, അങ്ങനെ ഗോക്കളുടെ ഇന്ദ്രത്വം വന്നു എന്നും എന്താണ് ഗോവിന്ദ ശബ്ദത്തിൻ്റെ പ്രാധാന്യം എന്ന് വളരെയധികം വിവരിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് ആ ചർപ്പട പഞ്ചരികയിലെ 2ാമത്തെ ശ്ലോകമാണ് നാം നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം നമ്മളെല്ലാവരും പഠിച്ചതാണ്, അതുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും എന്താണ് സംപ്രാപ്തേ സന്നിഹിതേ കാലേ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒന്ന്, അല്ലേ? കാലേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ, നിശ്ചയിക്കപ്പെട്ട കാലം, ആ മരണസമയമാകുമ്പോൾ ഡുകുറിഞ്ഞുകരണേ, ഇങ്ങനെയുള്ള ജ്ഞാനസമ്പാദനം എന്ന നാട്യേന. അപ്പോൾ ഇവിടെ വ്യാകരണ സൂത്രത്തെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പോഴും ഇല്ലേ 75 വയസ്സായി 80 വയസ്സായി പഠിക്കാനായിട്ട് പോകണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ അവരെ എല്ലാം പഠിക്കുമ്പോഴും എന്താണ് ഗോവിന്ദനാമത്തെ ഭഗവാനെ ഭജിക്കുവാൻ മറന്നുപോയാൽ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പുരുഷാർത്ഥങ്ങളുടെ പ്രയത്നങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും സാക്ഷാൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇവയെല്ലാം സാധൂകരിക്കപ്പെടുന്നുള്ളൂ. അതല്ലെങ്കിൽ ഈ ജീവിതം വ്യർത്ഥമാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ആ ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന ഭഗവാൻ നമ്മളെ മൂഢ എന്ന പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരുന്നത്. 2ാമത്തേതിൽ ദിനമപി രജനി സായം പ്രാത ശിശിരവസന്തൗ പുനരായാത കാലക്രീഡതി ഗച്ഛത്യായു തദപി ന മുഞ്ചത്യാശാവായു. എന്താണ്? എന്നിട്ട് ഭജഗോവിന്ദം, അല്ലയോ മൂഢനായ മനുഷ്യ, നീ ഭഗവാൻ ഗോവിന്ദനെ ഭജിക്കണം. എന്താണ്? ദിനമപി രജനി സായം പ്രാത. ദിനം എന്ന് പറഞ്ഞാൽ പകല്, രജനി എന്ന് പറഞ്ഞാലോ രാത്രിയിൽ. ദിനമപി രജനി സായം പ്രാത ശിശിരവസന്തോ പുനരായാത. ആയാത പുനഃ എന്നാൽ വീണ്ടും, ആയാത എന്നാൽ വരും. അപ്പം വീണ്ടും വരും. എന്ത്? ദിനം പകല്, അപി രജനി രാത്രി. അവ രാത്രിയും പകലും മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ എന്താണ്? സായം പ്രാതഃ എന്നാൽ രാവിലെ, അല്ലേ? രാവിലത്തെ സമയത്ത്. സായം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാത്രി എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈകുന്നേരം. അപ്പം ദിനമപി രജനി, രജനി രാത്രിയിൽ, ദിനം പകല്, സായം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക്, പ്രാത എന്ന് പറഞ്ഞാൽ പ്രഭാത നേരത്ത്. ഇവയെല്ലാ സമയത്ത് എന്താണ്? ഇവയിങ്ങനെ വന്നു പൊക്കോണ്ടേയിരിക്കും ചാക്രികമായിട്ട്. അതുപോലെ ശിശിരവസന്തൗ പുനരായാത. ആയാത പുന എന്താണ്? പുന എന്ന് പറഞ്ഞാൽ വീണ്ടും, ആയാത വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കും. എന്ത്? ശിശിരവസന്തം. എന്താണ് ശിശിരവസന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 ഋതുക്കളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഋതുക്കളെക്കുറിച്ച് നമ്മൾ സൗന്ദര്യലഹരിയിൽ ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. നമ്മൾ പറയുകയും ചെയ്തു, പഠിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം വസന്തം, പിന്നെ ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ സമ്മറാണ്. വസന്തം ഇല പൊഴിയുന്ന കാലമാണ്. ഗ്രീഷ്മം കഴിഞ്ഞാൽ വർഷം, മഴക്കാലമായി. പിന്നീടോ ശരത്ത്, എല്ലാം തെളിഞ്ഞ ഒരു കാലഘട്ടം. പിന്നെ ഹേമന്തം, പിന്നെ ശിശിരം. ഇങ്ങനെ അതാണ് ആ 6 വർഷം, 6 ഋതുക്കൾ. ഈ 2 മാസം കൂടി വന്നു പോകുന്നത്. അതുകൊണ്ടാണ് ശിശിരം വസന്തം. ശിശിരം മുതൽ വസന്തം വരെ അല്ലെങ്കിൽ വസന്തം മുതൽ ശിശിരം വരെ
അപ്പോഴുള്ള ഈ 6 ഋതുക്കള് 12 മാസമായില്ലേ, അവയും എന്താണ്? പുനരായാത, പുനഃ ആയാത, പുനഃ ആയാത, വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ദിനമപിരജനി സായം പ്രാത ശിശിരവസന്തോ പുനരായാത കാലക്രീഡതി ഗച്ഛത്യായു. അപ്പൊ എന്താണ്? അപ്പോൾ ദിനവും പകലും രാത്രിയും പകലും സന്ധ്യയും പ്രഭാതവും, അതേപോലെ തന്നെ 6 ഋതുക്കളും ശിശിരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പൊ കാലം ഇങ്ങനെ മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താണ്? കാലക്രീഡതി, കാലം കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. കാലം എങ്ങനെയാണ് കളിക്കുന്നത്? കാലത്തിന് ഇതൊക്കെ കണക്കുകളുണ്ട്. നിമിഷം, തുടി, ഇങ്ങനെ ഓരോരോ വളരെ ചെറിയ നമുക്കറിയാവുന്ന നിമിഷം മുതലാണ് അല്ലേ, അതിന് താഴോട്ടുമുണ്ട്. അപ്പോൾ അരനിമിഷം, 1 നിമിഷം, പിന്നെ മണിക്കൂറുകൾ, അതേപോലെ തന്നെ ദിവസങ്ങളായി, രാത്രികളായി, ഋതുക്കളായി, ഇങ്ങനെ കാലം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സമയം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അർത്ഥം. നമ്മൾ പറയാറില്ല, വെറുതെ ഉറങ്ങിക്കളയരുതേ, അല്ലെങ്കിൽ കളിച്ച് കളയരുതേ, നീ പഠിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ എന്താണ്? കാലം കളിക്കുകയാണ്. കാലം എന്ന് പറയുന്നാൽ ആരാലും തോൽപ്പിക്കുവാൻ വയ്യാത്ത അതെന്താണ്? കാലം മാത്രമേ ഉള്ളൂ. ആ കാലം കളിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ? ഈ ജീവാത്മാവ് ഒരു ശരീരം സ്വരൂപിച്ച് ജീവാത്മാവായിട്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിതം തുടങ്ങിക്കഴിയുന്ന അന്നു മുതൽ അതെന്താണ്? ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയാന്നാണ്. ഓരോ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ആയുഷ ഖണ്ഡം ആദായ എന്നാണ്. ആയുഷഖണ്ഡമാതായ, ആയുസ് മുറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്കുള്ള സഞ്ചാരമാണ് എന്നാണ്. ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയ. അപ്പം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര നാൾ ജീവിക്കണം. അപ്പം ഒരു വലിയ ഒരു 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 വൃക്ഷം, ആ വൃക്ഷത്തിൽ 100 ഇലകളുണ്ടെന്ന് വിചാരിക്കുക. ആ 100 ഇലകളിൽ ഒരു മനുഷ്യൻ്റെ 100 വയസ്സ് വരെയുള്ള ആയുസ്സാണെന്ന് വിചാരിക്കുക. ഓരോ ദിവസവും കഴിയും തോറും അതിൻ്റെ ഓരോ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ? അങ്ങനെ വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായി? അപ്പോൾ 50 60 ഇലകൾ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ മനുഷ്യന് അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത്? വയസ്സു കൂട്ടുവാൻ വേണ്ടി, വെണ്ണിക്കുലം ഗോപാലകുറുപ്പ് സാറിൻ്റെ നാഴികക്കല്ലുകൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഓർമ്മ വരുന്നത് എന്താണ്? വയസ്സു കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മതാരകം, വൈരിയാണോ സുഹൃത്താണോ വളരെ സംശയിക്കുന്നു ഞാൻ. ആദ്യമാദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം, അത് വേണ്ടിയിരുന്നില്ലെന്നു തോന്നുന്നതെന്തിതോ. ഇച്ഛാനിച്ഛകൾ കൊണ്ടെന്ത് കാര്യമില്ലെന്നോർക്കുക, പ്രകൃതിക്കുള്ള താളത്തിൻ ഒത്തു നീങ്ങാതെ പറ്റുമോ? എന്നാലോചിച്ച് നോക്കൂ. കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് പ്രായമാകണം, എനിക്ക് സ്കൂളിൽ പോകണം, 15 വയസ്സാവണം, എനിക്ക് ഡോക്ടറാവണം, എനിക്ക് ഓരോരോ മോഹങ്ങളാണ്, ആശാപാശങ്ങളിലൂടെയാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നീട് സംശയമായി. എന്താണ്? സാക്ഷാൽ മരണഭയത്തിലോട്ട് പിടികൂടുകയാണ്. അപ്പോൾ ഒരു വൃക്ഷത്തിൽ നിൽക്കുന്ന 100 ഇലകളിൽ 60 ഇല പൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ മനുഷ്യന് ടെൻഷനായി. അതല്ലെങ്കിലോ വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വൃക്ഷം തന്നെ വഴുതിങ്ങ് പോവുകയും ചെയ്യും, ഇല്ലേ? അപ്പോൾ അത് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു. വാസാംസ ജീർണാന് നരോപരാണി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ എന്നാലും മനുഷ്യൻ എന്താണ്? കാലക്രീഡതി ഗച്ഛത്യായു. ആയു എന്നാൽ ആയുസ്, ഗച്ഛതി പോകുന്നു എന്നാണ്. കാലം കളിച്ചുകൊണ്ടേയിരിക്കുന്നു, ആയുസ് പൊക്കോണ്ടേയിരിക്കുന്നു. കാലക്രീഡതി ഗച്ഛത്യായു, ആയുസ് കുറെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അനുമോദിക്കും, അവരെ എല്ലാം ആയുസ്. പക്ഷെ നമ്മൾ മറ്റ് ഹൈന്ദവ മാർഗങ്ങളിൽ, നമ്മുടെ സനാതന മാർഗങ്ങളിൽ ആയുസ്സുണ്ടാവട്ടെ എന്ന് ആയുഷ്മന്ധവ എന്ന് അനുഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതം ഉപസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതിർ ശത ആയുഷാഹ വിഷേമം പുനർദു ആഹാരിഷന്ധ്വാ വിദന്ധ്വാ
പുനരാഗ പുനർനവ സർവാംഗ സർവം തേ ചക്ഷുസർവമായുഷ്ചതേ വിദത് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നത് എന്താണ്? നിനക്ക് ദീർഘായുസുണ്ടാവട്ടെ, പുരുഷാർത്ഥങ്ങളെല്ലാം നിനക്കുണ്ടാവട്ടെ, സന്തോഷമായിട്ടുള്ള ലൗകിക ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആ ജീവാത്മാവിനെ മറ്റ് ജീവാത്മാക്കൾ അനുഗ്രഹിക്കുന്നു. ഇത് സനാതനധർമ്മത്തിന്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 100 ഇലകളേ ഉള്ളൂ, അല്ലെങ്കിൽ 120 ഇലകളാണുള്ളത്. ആ 120 ഇലകളും പൂർണ്ണമാകാതെ ആ വൃക്ഷം അറിയരുത്. അപ്പം അതിനു വേണ്ടിയുള്ള അനുഗ്രഹമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ എന്താണ്? സാധാരണ മനുഷ്യൻ നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല. അതാണ് കാലക്രീഡതി ഗച്ഛത്യായു, ആയു ഗച്ഛതി, ആയുസ് ഗച്ഛതി, പൊക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് തദഭിനമുഞ്ചത്യാശാവായു തദിനപി തദപി തത് അപി, എന്നിട്ടും എന്താണ്? ന മുഞ്ചതി എന്ന് പറഞ്ഞാൽ നമ്മെ വിട്ടുപോകുന്നില്ല. എന്ത്? ആശാവായു, ആശയാകുന്ന വായു. നമ്മളുടെ അത്യാഗ്രഹം, നമ്മൾ പറഞ്ഞില്ലേ അർത്ഥമനർത്ഥം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരർത്ഥം വേണം ആവശ്യത്തിന്, പക്ഷെ എന്നിരുന്നാലും വീണ്ടും വീണ്ടും വേണം എന്നുള്ളത് അനർത്ഥമാണ്, അത് അത്യാഗ്രഹമാണ്. അപ്പം നമ്മളിൽ ആശകൾ ഒരിക്കലും വിട്ടുപോകുന്നില്ല. നാളെ എന്ത് നടക്കും? നീറ്റിലെ പോലെക്ക് തുല്യമാം ജീവനെ പോറ്റുവാനത്ര ദുഃഖിക്കുന്നു മനുഷ്യർ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പം നാളെ എന്ത് നടക്കും എന്ന് നമുക്കറിയില്ല. ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുന്നില്ല. ജ്ഞാനപാലയിൽ അല്ലേ, കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞു. എന്നാൽ കണ്ടുകൊണ്ടിരുന്നവർ നാളെ സംസാരിക്കാതിരിക്കുന്ന മറ്റൊരു രീതിയിലുമായി. കാരണം മാളിക മുകളിലേറി കഴിഞ്ഞു, മുകളിലേറുന്നവൻ താഴെ എത്തുന്നു. മാളിക മുകളേറിയ മന്നനെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ എന്നാണ്. അപ്പം എല്ലാം സാക്ഷാൽ കാലപുരുഷനായ ജഗന്നാഥനായ ഗോവിന്ദൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഗോവിന്ദനെ നീ ഭജിച്ചോളൂ, ആശാപാശത്തിൽ പെടാതെ. അപ്പം ഇവിടെ മൂഢനാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ മൂഢ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. അപ്പം ഇവിടെ പറയുന്നു തദഭിനമുഞ്ചത്യാശാവായു, എന്നിട്ടും എങ്ങനെ? എന്നിട്ടും ദിനമപിരജനി സായം പ്രാത ശിശിരവസന്തൗ പുനരായാത കാലക്രീഡതി ഗച്ഛത്യായു തദഭിനമുഞ്ചത്യാശാവായു. നമ്മൾ സാധാരണ മൂഢാത്മാക്കളായ ജീവാത്മാക്കൾ എല്ലാ ദിവസവും സൂര്യൻ അസ്തമിച്ചു ഉദിച്ചു, അതേപോലെ ഋതുക്കൾ വരുന്നു പോകുന്നു, ദിവസങ്ങളും മാസങ്ങളും വന്നു പോകുന്നു, പ്രായം വരുന്നു, ഹാപ്പി ബർത്ത്ഡേകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊന്നും നമ്മുടെ ആശകൾ കൂടുന്നതല്ലാതെ ഭഗവാനിലേക്ക് അടുക്കുവാൻ നാം ചിന്തിക്കുന്നില്ല. അതെന്തൊരു മൂഢത്വമാണ്. അങ്ങനെ ആശാപാശത്തിൽ നിന്ന് അപ്പം എന്താണ്? ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നാം ചിന്തിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, വയസ്സ് കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മതാരകം വൈരിയാണോ സുഹൃത്താണോ വളരെ സംശയിക്കുന്നു ഞാൻ. കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് വളരാനുള്ള മോഹമാണ് അല്ലേ, ആദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം. പിന്നീടോ നമുക്കിപ്പം ബ്യൂട്ടി പാർലറിൽ പോകണം, ഇതെല്ലാം മാസ്കും ഒക്കെ ഇട്ട് എങ്ങനെ ചെറിയ പ്രായത്തിലെത്താം എന്നാണ്. അപ്പോൾ അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. എന്ത് ചെയ്തോ ഇപ്പോഴെനിക്ക് തോന്നുന്നു പ്രായമാവേണ്ടിയിരുന്നില്ല, കുഞ്ഞായിട്ട് തന്നെ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇച്ഛാനിച്ഛകൾ കൊണ്ട് കാര്യമില്ലെന്ന് ഓർക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതാണ്. തദഭിനമുഞ്ചത്യാശാവായു, ഈ ആശകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് കരണീയമായിരിക്കുന്നത് എന്താണ്? ഈശ്വരഭജനം തന്നെയാണ്. കാലം, ദിനം, രാത്രം ഇവയെല്ലാം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈശ്വരഭജനം ഇല്ലെങ്കിൽ, സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം എന്നാണ്. അതാണ് ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയ എന്ന് പറഞ്ഞത്. അത് കുമാരനാശാന്റെ ഒരു ശ്ലോകം കൂടെ ഉണ്ട്, പലർക്കും അറിയാമായിരിക്കും. ഹാ പുഷ്പമേ അധികതുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ, ശ്രീഭൂവിൽ അസ്ഥിരയ സംശയമിന്നു നിന്റെ ആഭൂതി ഇങ്ങു പുനരിങ്ങു കിടപ്പിതോർത്താൽ. അല്ലേ, ഒരു പൂവ് ഉണ്ടായി വളരെ ഭംഗിയായിട്ട് നിൽക്കുകയാണ്, നമുക്കൊക്കെ കാണാൻ നല്ല കൗതുകമാണ്. അത് പറിച്ചില്ലെങ്കിൽ, ആ പുഷ്പത്തെ എവിടുന്ന് പറിച്ചില്ലെങ്കിൽ അവിടെയുണ്ട് ഹാ പുഷ്പമേ അധികതുംഗ പദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയേ നീ
അത് പൊളിഞ്ഞ് താഴെ വീണ് കഴിയുമ്പോൾ ശ്രീഭൂവിലാസ്ഥിരയ സംശയം ഇന്നു നിന്റെ ആ ശ്രീയും ആ വിഭൂതി എല്ലാം നഷ്ടപ്പെടുകയാണ്. ആ ശ്രീ നഷ്ടപ്പെട്ടു പോവുകയാണ്. താഴെ വീണ് കഴിയുമ്പോൾ അതിനോടുള്ള ആ വാത്സല്യം നമുക്ക്, മഹിമ നമുക്ക് നഷ്ടപ്പെടുന്നു, താല്പര്യവും നമുക്ക് നഷ്ടപ്പെടുന്നു, ഇല്ലേ? അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവനെ എന്ന് പറഞ്ഞതുപോലെ ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? ഈശ്വര ഭജനമാണ്. അങ്ങനെ പറയുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ കർമ്മത്തിൽ നിന്നും പിൻവലിക്കുക എന്നുള്ളതല്ല, കർമ്മം ചെയ്തുകൊണ്ട് വേണം എന്ത്? ഭഗവാനെ ചിന്തിക്കാൻ. അപ്പൊ എല്ലാ കർമ്മങ്ങളും ഈശ്വരനോട് സമർപ്പിച്ചു കൊണ്ടിരുന്നാൽ ഈശ്വര സാക്ഷാത്കാരം നമുക്കുണ്ടാവുകയും കർമ്മത്തിന്റെ ഫലം ലഭിക്കും. അതുകൊണ്ടാണ് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നത്. ഭഗവാൻ ഫലം തരട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ഊഴ്ത്തി പിടിച്ചുകൊണ്ട് കർമ്മം ചെയ്തു കൊള്ളണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാരദന്റെ കഥ നമ്മൾ പറയുകയുണ്ടാകുകയും ചെയ്തു. അടുത്ത ഒരു ശ്ലോകം കൂടി എടുക്കാം, അത് ഇതുമായിട്ടൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അഗ്രേ വന്നി പൃഷ്ടേ ഭാനു രാത്രൗ ചിബുക സമർപ്പിത ജാനു കരതലഭിഷ്ട സ്തരുതലവാസ തദപിന മുഞ്ചത്യാശാപാശാം. മറ്റത് പറഞ്ഞു തദപിന മുഞ്ചത്യാശാവായു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലത്തിന്റെ ക്രീഡ നടന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് മനുഷ്യരിൽ നിന്നും ആശ വിട്ടൊഴിയുന്നില്ല എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. രണ്ടാമത്തേൽ എന്താ പറഞ്ഞത്? അഗ്രേ വന്നി പൃഷ്ടേ ഭാനു. അഗ്രങ്ങൾ മുൻഭാഗത്ത്, വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ തീയിട്ട് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അഗ്രേ വന്നി പൃഷ്ടേ ഭാനു. പൃഷ്ഠം എന്ന് പറഞ്ഞാൽ പുറകുവശം, പിറകുവശത്തെ പിന്നില് ഭാനു. ഭാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭാസ്കരൻ, സൂര്യനാണ്. അവ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, സവിതാവ്. മുൻപിലാണെങ്കിലോ അത്യുഗ്രമായ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് തീയും. പ്രണോ രാത്രൗ ചിബുക സമർപ്പിത ജാനോ. അപ്പൊ രാത്രികാലത്ത് തണുപ്പാണ്, പക്ഷെ രാത്രിയിൽ തീ കൂട്ടിയിട്ടുണ്ട്. ചിബുക സമർപ്പിത ജാനു. ചിബുകം എന്ന് പറഞ്ഞാൽ ഈ താടി, അത് സമർപ്പിത ജാനു, കാൽമുട്ടുകളില്. ജാനു കാൽമുട്ടുകളാണ്. ആ കാൽമുട്ടുകളില് താടി കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട്, മുട്ടിന്മേൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഒരു മനുഷ്യൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കൂനിക്കൂടി കാലിൻ്റെ മുട്ടുകളിൽ കൈ വെച്ച് ഇങ്ങനെ താടി കൊടുത്തിരിക്കുന്നു, മുമ്പില് അഗ്നിയെ കത്തിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അഗ്നി എന്താണ്? അഗ്രേ വന്നി, അഗ്രം മുൻപില്, വന്നി സൂര്യൻ, വന്നി അഗ്നിയെ ഇരിക്കുന്നു. പൃഷ്ടേ ഭാനു, പകല് നല്ല ചൂടുമുണ്ട്. പുറകിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. രാത്രോ ചിബുക സമർപ്പിത ജാനു. അതിന്റെ അർത്ഥം എന്താണ്? പകലെന്നോ രാത്രിയിലോ ഈ ചൂടും തണുപ്പും ഇതിൽ നിന്നും രക്ഷ നേടാനായിട്ട് അദ്ദേഹത്തിനൊരു കൂരയില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള വസ്ത്രങ്ങളില്ല. അപ്പോൾ വസിക്കുവാനുള്ള യാതൊന്നും തന്നെ ഇല്ല. എവിടെങ്കിലും ഒരു കടയുടെ തിണ്ണയിലോ അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലോ എവിടെങ്കിലും ഇങ്ങനെ ചുരുണ്ടുകൂടി കിടപ്പാണ്. പിന്നീടോ കരതല ഭിക്ഷ തരുതലവാസ. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം. ആ വൃക്ഷത്തിന്റെ അടിയിലാണ് വാസം. ഏതെങ്കിലും വൃക്ഷത്തിന്റെ അടിയിൽ വാസമാണ്. അപ്പൊ മുമ്പിൽ തീ കത്തിച്ചിട്ടിരിക്കുന്നു രാത്രികാലങ്ങളിൽ. താടിക്ക് കൊടുത്തിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഒന്നും അദ്ദേഹത്തിനില്ല. ജീവിക്കാനായിട്ട് നല്ലൊരു വീടില്ല, മറ്റൊന്നും പ്രത്യേകിച്ച് കർമ്മനിരതനാവാൻ ജോലികളില്ല. തരുതലവാസ, തരു എന്ന് പറഞ്ഞ വൃക്ഷം. ആ വൃക്ഷത്തിന്റെ താഴെ കരതല ഭിക്ഷ, കൈത്തലത്തിന് ഭിക്ഷയുമായിട്ട് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മുമ്പിലൊരു ഭിക്ഷാപാത്രവുമുണ്ട്. തരുതലവാസ, മരച്ചുവട്ടിൽ തന്നെ താമസമാണ്. തദപി ന മുഞ്ചത്യാശാപാശ ന മുഞ്ചതി, നമ്മെ വിട്ടുപോകുന്നില്ല അങ്ങനെയുള്ള ആൾക്കും. എന്നിട്ടും എന്നിട്ടും ആശാപാശ, ആശയാകുന്ന ആ പാശം, കയറ്. അപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ ആശയില്ലാണ്ട് പറ്റുമോ എന്ന് ചോദിക്കാം. ശരിയാണ്, ആശയാകുന്ന പാശം സത്യത്തിൽ ജീവിതത്തിലേക്കുള്ളൊരു സത്യത്തിലൊരു കയറ് തന്നെയാണ്. അതിൽ പിടിച്ചാണ്. ഹോപ്പ് ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പക്ഷേ അതില്ലെങ്കിലോ, അതിനുവേണ്ടി പ്രവർത്തിക്കാതിരുന്നെങ്കിലോ, ഈശ്വരനെ ഭജിക്കാതെ ഇരുന്നിരുന്നെങ്കിലോ എന്നാണ്. അപ്പോൾ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുന്നത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, മനസ്സിലിരുത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ അതില്ല. എന്താണ്? ആശകൾ മാത്രമേ ഉള്ളൂ, ഭഗവത് ഭക്തി ഇല്ല. അതാണ് ഇവിടെ യാതൊന്നുമില്ല. ഇയാൾക്ക്
മറ്റാശകളാണ്, കാമവാസനകളാണ് കൂടുതലും. അങ്ങനെയുള്ളയാൾക്ക് എന്താണ് പ്രയോജനം എന്നാണ്. അപ്പോ തദപിനമുഞ്ചത്യാശാപാശ, അതുകൊണ്ട് ആശയാകുന്ന പാശം നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വിട്ടുപിരിയണമെങ്കിൽ എന്ത് വേണം? അടുത്ത എന്താ പറയുന്നത്? ഭജ എന്നാ എഴുതി. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അപ്പോ ആശയാകുന്ന പാശം അല്ലെങ്കിൽ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറണമെങ്കിൽ സാക്ഷാൽ ഗോവിന്ദനെ നാം എപ്പോഴും മനസ്സിലിരുത്തണം, ഭജിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഇത് വിദുരര് ഭീഷ്മരോട് പറയുന്ന ഒരു ഭാഗം ഭാഗവതത്തില് പ്രഥമസ്കന്ധത്തില് 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വിദുരര് ആരാണ്? യമധർമ്മരാജാവ് തന്നെയാണ്. യമൻ മാണ്ഡവ്യമുനിയുടെ ശാപത്തില് ശൂദ്രനായിട്ട് ജനിക്കണം എന്നൊരു ശാപമുണ്ടായി. അങ്ങനെ ശൂദ്രനിൽ പിറന്ന പുത്രനാണല്ലോ. അപ്പോൾ ആ യമധർമ്മരാജാവ് വിദുരരായിട്ട് ആണ് ധർമ്മപുത്രരുടെ കാലത്ത് അവരുടെ പാണ്ഡവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നത്. അപ്പം പാണ്ഡവർ യുദ്ധമെല്ലാം ജയിച്ചു ഇവിടെ വന്നു ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എന്ത്? യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിർ ലോകപാലാഭിർ മുമുദേ പരയാശ്രിയാം ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാം അത്യക്രാമത വിജ്ഞാത കാലപരമദുസ്തര എന്നാണ്. കാലപരമദുസ്തര എന്നാണ്. അതിവേഗം തന്നെ കാലം ഇങ്ങനെ യാതൊന്നിനെയും. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ധർമ്മപുത്രരുടെ രാജ്യം നേടി. അദ്ദേഹം അങ്ങനെ ആ രാജ്യം നേടിക്കഴിഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് ലോകപാലകന്മാരെ പോലെ ശോഭിക്കുന്ന ആ എല്ലാ സഹോദരന്മാരെയും കണ്ടിട്ട് വിദുരര് തൻ്റെ പൗത്രന്മാരാണല്ലോ, അവരെ കണ്ട് അത്യധികമായ ആനന്ദത്തിൽ ആറാടി. അപ്പം ഇങ്ങനെ രാജകാര്യങ്ങളിലും ഗൃഹകാര്യങ്ങളിലും, ഇവിടെ ഗൃഹേഷു എന്നാണ്. ഏവം ഗൃഹേഷു സക്താനാം, രാജാവിൻ്റെ ഗൃഹം ആ പ്രജകളുടെ നന്മയാണ്. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാം അത്യക്രാമത വിജ്ഞാത കാല പരമദുസ്തര. എന്നിട്ടോ അപ്പോ ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ്? കാല പരമദുസ്തര എന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ആരാലും അതിക്രമിക്കുവാൻ കഴിയാത്ത, മറ്റൊരാള് കടന്നു കഴിയാത്ത ഒന്നാണ് കാലമാണ്. കാലത്തിനെ നിയന്ത്രിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ഒന്നിനെയും നിയന്ത്രിക്കാൻ കഴിയാതെ വളരെ ഭംഗിയായിട്ട് കാലം അതിക്രമിച്ച് പൊക്കോണ്ടേയിരുന്നു, അറിയാതെ തന്നെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലും വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിത് കർഹിചിത് പ്രഭോ സയേവ ഭഗവാൻ കാല സർവേഷാം ന സമാഗത യേന ജൈവാഭിവന്നോയം പ്രാണൈ പ്രിയതമൈരവി ജനസദ്യോ വിയുജ്യേത കിമുദാന്യൈർധനാദിഭി പിതൃഭ്രാതൃ സുഹൃത്പുത്ര ഹസ്താസ്ഥേ വിഗതം വയ ആത്മാചരയാഗ്രസ്ത പരഗേഹമുപാസസേ അഹോ മഹീയസീ ജന്തോർ ജീവിതാശായയാ ഭവൻ ഭീമാപവർജിതം പിണ്ഡമാദത്തെ ഗൃഹപാലവത് എന്ന് വിദുരർ പറയുകയാണ്. എന്താണ്? അഹോ മഹീയസീ ജന്തോർ ജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡമാദത്തെ ഗൃഹപാലവത്. അപ്പോൾ ഈ വിദുരൻ ഇദ്ദേഹം ഭീഷ്മർ ഇവിടെ ജീവിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് യുധിഷ്ഠിരർ എല്ലാം ധർമ്മപുത്രരെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. അതെ, യുധിഷ്ഠിരൻ തന്നെ. അപ്പോൾ വിദുരർക്ക് ഇതെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ധൃതരാഷ്ട്രോട് വിദുരർ പറയുന്നതാണ്, രാജാവേ, അങ്ങ് വേഗം വസതി വിട്ടു പോവുക, കാരണം കാലം അതിക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ്, കാലം പിടിച്ചു നിൽക്കാൻ ഒക്കുകയില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കാലക്രീഡതി എന്ന് പറഞ്ഞു, അതാണ് ഞാനിവിടെ പറയുന്നത്. കാലത്തിൻ്റെ കാര്യം
കാലം അതിവേഗത്തിൽ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ധർമ്മപുത്രൻ രാജ്യം നേടി അദ്ദേഹം എല്ലാം വളരെ ഐശ്വര്യമായിട്ട് സന്തോഷിച്ച് എല്ലാ കാര്യങ്ങളിലും ആസക്തനായിട്ട് രാജ്യത്തെ ഭംഗിയായിട്ട് ആരാലും അതിക്രമിക്കുവാൻ കഴിയാത്ത കാലത്തിൻ്റെ കൈപ്പിടിയിൽ മാത്രം പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവ കാലത്തിനെ മാത്രം തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. പ്രായമായിക്കൊണ്ടേയിരിക്കുകയാണ് അവർക്കും. അപ്പോൾ പ്രഭോ, ഇവിടുന്ന് യാതൊരു പ്രതിവിധിയും ഇവിടെ ഇല്ല. അതുകൊണ്ട് കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നമ്മെ എല്ലാവരെയും പ്രാപിച്ചു. നമുക്കും വയസ്സായിരിക്കുന്നു, നമുക്കും പോകാൻ സമയമായി. പിന്നീടോ അതൊന്നുമില്ലാതെ ഈ ലോകത്തിൽ കാലസ്വരൂപനാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നാം എന്താണ് കാലിന് പ്രിയപ്പെട്ടവാകും. അതുകൊണ്ട് ഉടൻ നമ്മൾ ഇവിടുന്ന് വിട്ടു പോകേണ്ടിയിരിക്കുന്നു എന്നാണ്. നമ്മൾ ഇവിടം വിട്ടു പോകണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഈ ആശാപാശത്തിൽ പിടിച്ചു കെട്ടി ഇവിടെ തന്നെ നിൽക്കുന്നത് ആശയാണ്. ആവശ്യമില്ലാത്ത ആശയിൽ മുഴുകി നമ്മളിവിടെ ജീവിക്കുകയാണ്. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അതുകൊണ്ട് കേവലം ജീവിക്കാനുള്ള ആശ കൊണ്ട് മാത്രം എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അഹോ മഹീയസി ജന്തോർ ജീവിതാശായയാ ഭവൻ ഭീമാപവർജിതം പിണ്ടവാദത്തെ ഗൃഹപാലവത്. കേവലം ജീവിക്കുവാനുള്ള ആശ കൊണ്ട് മാത്രമാണ് എന്ത് ഭീമൻ അവജ്ഞയോടെ തരുന്നതാണ്. എന്താണ് അത്? പിണ്ണമായിട്ടാണ് അവജ്ഞയോടെ തരുന്ന ഭക്ഷണം വീട്ടിലെ ഒരു വളർത്തു പട്ടി എന്നോണം സ്വീകരിക്കുകയാണ്. അപ്പം ജന്തുക്കളുടെ ഇങ്ങനെയുള്ള ജീവിതാശ എന്താണ്, അത് വളരെ വലുത് തന്നെയാണ്. അപ്പം നേരത്തെ ഇതിനകത്ത് ഭഗവത്പാദര് ഇവിടെ ഒരു മരച്ചവിട്ടിൽ ഒന്നും ജീവിക്കാനില്ലാതെ മരത്തിൻ്റെ ചുവട്ടിൽ ആശാപാശത്തിൽ ഇരിക്കുന്ന ഒരു ഭിക്ഷുവിൻ്റെ കാര്യം പറഞ്ഞു. ഭാഗവതത്തില് സാക്ഷാൽ പണ്ഡിതനായി സാക്ഷാൽ യമധർമ്മൻ ധർമ്മോപദേശിച്ചു കൊടുത്തിരിക്കുന്ന യമധർമ്മനായിട്ട് വന്നിരിക്കുന്ന വിതുരൻ ആരോടാണ് പറയുന്നത്? ധൃതരാഷ്ട്രോട് പറയുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. ആശാപാശത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് നാം ശീഘ്രം വനവാസത്തിൽ പോവുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ദൈന്യം അനുഭവിച്ചല്ല ജീവിക്കേണ്ടത്. കാലമായി എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആശകളെ വെടിയണം എന്ന് തന്നെയാണ് ഭഗവാനിലോട്ട് സമർപ്പിച്ചുകൊണ്ട് നാം ഇവിടുന്ന് കാലപുരുഷനെ സമർപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. ജീവാത്മാവിന് മുക്തി നൽകുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭാഗവത വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അവരൊക്കെ ഈ ഭാഗം വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഷേക്സ്പിയർ പറഞ്ഞ ഒന്ന്. ഷേക്സ്പിയർ ഇംഗ്ലീഷിലെ വലിയൊരു എഴുത്തുകാരനാണ്. നമുക്ക് കാളിദാസനും അതേപോലെ തന്നെ ഭർതൃഹരിയും ഒക്കെ ഉള്ളതുപോലെ man is as flies as to wanton boys are we to the gods and die killers for their sport എന്ന് പറഞ്ഞിരുന്നു. മനുഷ്യൻ man is as flies, എന്താണ്, യാമ്പാറ്റകളെ പോലെയുള്ളൂ. man is as flies as to wanton boys, അലഞ്ഞ് അപ്പോൾ വളരെ യാമ്പാറ്റകളെ പോലെ നടക്കുന്നവർ വളരെ പെട്ടെന്ന് ഈ ജീവിതം നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് എന്താണ് ആകെ വേണ്ടത്? സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞുകരണേ. 2-3 സന്ദർഭങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് 3 ശ്ലോകങ്ങളിലായിട്ട് ഇപ്പം പഠിച്ചത്. അപ്പോൾ ഈ 3 ശ്ലോകങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലുമൊക്കെ ഇതൊന്ന് വായിക്കാമെങ്കിൽ, ചൊല്ലാമെങ്കിൽ വളരെ ഭംഗിയായി. എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംശയം ചോദിച്ചാൽ ഞാൻ നിവാരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. അതല്ല ഈ പറഞ്ഞ ശ്ലോകങ്ങൾക്ക് മറ്റെന്തെങ്കിലും അർത്ഥങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദാഹരണങ്ങളായിട്ടോ പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് ഞാനും ധരിക്കുന്നതിനോട് അത്യധികം ജാഗ്രത ആയിരിക്കും. ജയശങ്കര. ആരാ ചൊല്ലുന്നത്? സുരേഷ് ഏട്ടാ, ആരെങ്കിലും? ലീല ചേച്ചി ചൊല്ലുന്നോ? ശോഭ ചേച്ചി? എന്നാ ചൊല്ലിക്കോട്ടെ. ഈ 3 ശ്ലോകങ്ങൾ ഭജഗോവിന്ദം, അതേപോലെ ദിനമപി രജനി, അഗ്രേ വന്നി പൃഷ്ഠേ ഭാനു. 3 ശ്ലോകങ്ങൾ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതു കൃഞ്ജകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ
ദിനമഭിരജനീ സായം പ്രാതാ ശിശിരവസന്തോ പുനരായാധ കാലക്രീഡതി ഗച്ഛത്യായുസ്തദഭിനമുഞ്ജത്യാശവായു അഗ്രേ വന്യേ പൃഷ്ഠേ ഭാനോ രാത്രൗ ചിബുകസമർപ്പിതജാനു करदलभीक्षा तरुदलवासास्तदभिनमुञ्जत्याशापाशा भज गोविन्दं गोविन्दं भज मूढमदे. ജയശങ്കര. ജയശങ്കര, ജയശങ്കര. ഇനി ആരെങ്കിലും വായിക്കാൻ ഉണ്ടോ? ഞാൻ വായിക്കാം. ആയിക്കോട്ടെ. ജയശങ്കര. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രേക്ഷതി ദുകൃഞ്ജകരണേ ദിനമഭിരജനീ സായം പ്രാതാ ശിശിരവസന്തോ പുനരായാതാ കാലക്രീഡതി ഗച്ഛത്യായു തദഭിനമുഞ്ജത്യാശമായു അഗ്രേ വന്യേ പൃഷ്ഠേ ഭാനു രാത്രൗ ചിബുകസമർപ്പിതജാനു करदलभीक्ष करुदलवासा तदभिनमुञ्जत्याशा पाशां भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे. ജയശങ്കര. ജയശങ്കര, ജയശങ്കര. ആരെങ്കിലും ചൊല്ലാൻ താല്പര്യമുണ്ടോ? പണ്ട് ഇവിടെ ഒരു സന്ധ്യയ്ക്ക് അമ്മ ഒരു സന്ധ്യാകീർത്തനം ചൊല്ലുകയുണ്ടായി. അപ്പം അത് നമ്മൾ ഈ വിരക്തി ഉണ്ടെങ്കിലേ ഭക്തിയിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് ഇങ്ങനെ ചോദ്യങ്ങളായിട്ടുണ്ട്. ഭക്തി ഉണ്ടാവാൻ എന്തു ചെയ്യൂ കൃഷ്ണ എന്ന് ചോദിക്കുന്നു. ഭക്തിയുണ്ടാവൂ വിരക്തി കൊണ്ടേ, ശക്തി പോയിടുവാൻ എന്തു ചെയ്യൂ കൃഷ്ണ, ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ, ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്യൂ കൃഷ്ണ, നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യൂ, ശ്രദ്ധയുണ്ടാവാൻ എന്തു ചെയ്യൂ കൃഷ്ണ, പുണ്യകഥകളെ കേട്ടുകൊള്ളൂ, സത്കഥ കേൾപ്പതിനെന്തു ചെയ്യൂ കൃഷ്ണ, സജ്ജന സംഗതി ചെയ്തുകൊള്ളൂ, സജ്ജന സംഗതിക്കെന്തു ചെയ്യൂ കൃഷ്ണ, വാമപുരേശനെ സേവ ചെയ്യൂ. ആരാണ്? ഗുരുവായൂരപ്പൻ. വാമപുരേശൻ. വാമപുരേശനെ സേവ ചെയ്യൂ. വാമഗേഹാധിപ വാസുദേവ കൃഷ്ണ, ബാലഗോപാലക പാലയ മാം, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അമ്മ ഒരു ദിവസം ഇവിടെ ചൊല്ലുന്ന കേട്ടോ, അന്ന് എഴുതി പിടിപ്പിച്ച് വെച്ചതാണ് അവിടെ. അപ്പോൾ ഇതിനകത്ത് വിരക്തി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ജയശങ്കര. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും വീണ്ടും പറഞ്ഞതുപോലെ. സുരേഷ് ഏട്ടാ, ഓവർ ടു യു. ജയശങ്കര. നമ്മുടെ ഇന്നത്തെ പഠന ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ആളുകളുടെ എണ്ണത്തേക്കാൾ ഇതിൽ പങ്കെടുക്കുന്നവരുടെ താല്പര്യം തന്നെയാണ് പ്രധാനം. നമുക്ക് വേണ്ടി ഇത്രയും ക്ലാസ്സുകൾ എടുത്തു തന്ന
ശ്രീ ജയകൃഷ്ണൻജിയോട് വളരെ കൃത്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി. ശുഭരാത്രി. ജയശങ്കര. 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 ജയശങ്കര.